ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉടൻ ചോദ്യം ചെയ്യില്ല. രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ ചോദ്യം ചെയ്തുള്ള അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള സാഹചര്യത്തിലാണ് തീരുമാനം. മുൻകൂർ ജാമ്യം തള്ളിയാൽ ഉടൻ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനാണ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 കേസുകളിലെയും മുൻകൂർ ജാമ്യം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ആദ്യത്തെ കേസിൽ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് രാഹുലും, രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാരുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. രണ്ടാമത്തെ കേസിൽ മാസത്തിൽ 2 തിങ്കളാഴ്ചകളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് വ്യവസ്ഥ. എന്നാൽ രാഹുലിനെ ചോദ്യം ചെയ്യാൻ ഉടൻ നോട്ടീസ് നൽകേണ്ടതില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നാണ് SITയുടെ നിലപാട്. ഇക്കാര്യം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പ്രോസിക്യൂഷന്റെ വാദത്തിന് തിരിച്ചടിയാകും. അതിനാലാണ് അപ്പീലിൽ ഹൈക്കോടതി ഉത്തരവ് വരും വരെ കാത്തിരിക്കാനുള്ള തീരുമാനം. ഇതോടെ ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി രാഹുൽ നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായാലും ചോദ്യം ചെയ്യൽ നടത്താതെ ഒപ്പിട്ട് മടങ്ങേണ്ടി വരും. കോടതി ഉത്തരവ് അനുകൂലമായതോടെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ പാലക്കാട് തിരിച്ചെത്തിയിട്ടുണ്ട്. രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് പോലീസ്. മുൻകൂർ ജാമ്യം റദ്ദാക്കിയാൽ ഉടൻ തന്നെ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കും. രാഹുൽ ഒളിവിൽ പോയിട്ട് 2 ആഴ്ചയായിട്ടും പോലീസിനെ പിടികൂടാനായിരുന്നില്ല. ഇത് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഇനി വീഴ്ച ഉണ്ടാകരുതെന്നാണ് അന്വേഷണ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. മീഡിയ 1 തിരുവനന്തപുരം.